ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ 12ാമത്തെ അഡ്വൈസ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. 7/4/2025 നമ്മൾ വെള്ളിയാഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനി ബോർഡ് LGSന്റെ 12ാമത്തെ അഡ്വൈസ് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വരുമെന്നുള്ള കാര്യം. അത് കറക്റ്റ് തിങ്കളാഴ്ച കമ്പനി ബോർഡ് LGSന്റെ 12ാമത്തെ അഡ്വൈസ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ടും ഉടനെ ഉണ്ടായിരിക്കുമെന്നാണ്. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. കമ്പനി ബോർഡ് LGSന്റെ ഡീറ്റെയിൽസിലൂടെ പോവാം. ഇപ്പം ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 2067 ആണ്. ഓക്കെ, 2067. അതിൽ OC മെയിൽ 1625, ഫീമെയിൽ 1642, EWS 1641 മെയിൽ, ഫീമെയിൽ OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. EBT മെയിൽ 1630, ഫീമെയിൽ OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. SC മെയിൽ സപ്ലിമെൻ്റ് ലിസ്റ്റ് 42, ഫീമെയിൽ സപ്ലിമെൻ്റ് ലിസ്റ്റ് 43, ST സപ്ലിമെൻ്റ് ലിസ്റ്റ് 96 മെയിൽ, സപ്ലിമെൻ്റ് ലിസ്റ്റ് 67 ഫീമെയിൽ, മുസ്ലിം 2984 മെയിൽ, 2969 ഫീമെയിൽ, ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്റ് ലിസ്റ്റ് 62 മെയിൽ, സപ്ലിമെൻ്റ് ലിസ്റ്റ് 35 ഫീമെയിൽ, OBC 1631 മെയിൽ, 1658 ഫീമെയിൽ, വിശ്വകർമ്മ 2042 മെയിൽ, 2041 ഫീമെയിൽ, SIUC നാടാർ സപ്ലിമെൻ്റ് ലിസ്റ്റ് 17 മെയിൽ, സപ്ലിമെൻ്റ് ലിസ്റ്റ് 11 ഫീമെയിൽ, SCCC സപ്ലിമെൻ്റ് ലിസ്റ്റ് 33 മെയിൽ, സപ്ലിമെൻ്റ് ലിസ്റ്റ് 30 ഫീമെയിൽ, ധീവര 3451 മെയിൽ, 3086 ഫീമെയിൽ, ഹിന്ദു നാടാർ 3093 മെയിൽ, 3586 ഫീമെയിൽ, DIയിൽ LV 22, HI എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്, LDCP 36. അപ്പോൾ ഇങ്ങനെ 2067 അഡ്വൈസാണ് ടോട്ടൽ പോയിരിക്കുന്നത്. 12 അഡ്വൈസാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വൈസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 33 വേക്കൻസിക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. നമ്മൾ അന്നും പറഞ്ഞു, ആ വീഡിയോ ഇരുന്നത് 33 വേക്കൻസിക്കാണ് അഡ്വൈസ് വരുന്നത് എന്നുള്ളതാണ്. അതിൽ 24 ഫ്രഷും 9 NJD അങ്ങനെ ചേർത്തിട്ട് 33 വേക്കൻസിയാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത്. അഡ്വൈസ് ഡേറ്റ് 20/3/2025 ആണ്. ഓക്കെ, കഴിഞ്ഞ മാസത്തെ ഡേറ്റ് വെച്ചാണ് അഡ്വൈസ് വന്നിരിക്കുന്നത്. അതിൽ TP ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് OCBC പൊസിഷൻ നോക്കുമ്പോൾ OCയും EWSയോട് ചേർത്തിട്ട് 604, PC 604, NJD 821, LV 12, HI 13, LDCP 13, അങ്ങനെ ടോട്ടൽ 2067 അഡ്വൈസാണ് ഇതുവരെ പോയിരിക്കുന്നത്. OCയും EWSയോട് ചേർത്ത് 604 ആണ് വരുന്നത്, BCയും 604 ആണ്. അപ്പം ലാസ്റ്റിൽ അഡ്വൈസ് നിൽക്കുന്നത് MR നമ്പർ 5095 OCയിലാണ്. അപ്പോൾ അടുത്തത് MR നമ്പർ 5096 അഡ്വൈസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് അഡ്വൈസിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഇനി കുറച്ച് വേക്കൻസിയും കൂടെ ആഡായിട്ടുണ്ട്. ഇപ്പം 31 വേക്കൻസി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വേക്കൻസിയും കൂടെ ആഡായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ടോട്ടൽ ഇപ്പം സൈറ്റിൽ അപ്ലോഡ് ആയിരിക്കുന്നത് വേക്കൻസി 53 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഏത് ബോർഡിലാണെന്നൂടെ നോക്കിയിട്ടങ്ങ് ക്ലിയർ ചെയ്യാം. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 5 NJD ഉണ്ട്. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ 1 ഫ്രഷ് വേക്കൻസി ഉണ്ട്. KSFയിൽ 4 NJD വേക്കൻസിയാണുള്ളത്. കേരള വാട്ടർ അതോറിറ്റിയിൽ 12 ഫ്രഷും 13 NJD, അങ്ങനെ ടോട്ടൽ 25 വേക്കൻസിയാണ് KWL കേരള വാട്ടർ അതോറിറ്റിയിൽ ഉള്ളത്. കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ SC STയിൽ 1 ഫ്രഷ് വേക്കൻസിയാണ് ഉള്ളത്. കേരള ഖാദി വില്ലേജ് ആൻഡ് ഇൻഡസ്ട്രീസ് ബോർഡിൽ 1 NJD വേക്കൻസിയാണ് ഉള്ളത്. ബെപ്കോയിൽ 15 ഫ്രഷ് വേക്കൻസിയാണ് ഉള്ളത്. അത് 1/4/2025 മെച്ചൂർഡാകുന്ന 4 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികൾ ചേർത്തിട്ടാണ് ഈ 15 വേക്കൻസി. ഓക്കെ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതിൽ 1 ഫ്രഷ് വേക്കൻസിയാണ് ഉള്ളത്. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൽ 1 ഫ്രഷ് വേക്കൻസിയാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 31 ഫ്രഷ് വേക്കൻസിക്കും പിന്നെ അതുപോലെ തന്നെ 18 NJD വേക്കൻസിക്കും, അങ്ങനെ ടോട്ടൽ 49 വേക്കൻസിയാണ് ഇനി ഉള്ളത്. ഓക്കെ, അപ്പോൾ വേക്കൻസി നേരത്തെ പോലെ ഒരുപാടൊന്നും കയറി വരുന്നില്ല. നമുക്ക് പ്രതീക്ഷയുള്ളത് ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടു കൂടി കുറച്ച് വേക്കൻസിയും കൂടെ ആഡാവാനായിട്ട് ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വേക്കൻസിയും കൂടെ വരുന്നതിന് ശേഷമായിരിക്കും അഡ്വൈസ് അയക്കുന്നത്. ഇനി ചിലപ്പോൾ 49 വേക്കൻസി ഉടനെ തന്നെ അഡ്വൈസ് അയക്കുന്നോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്പനി ബോർഡ് LGSന്റെ അഡ്വൈസിൻ്റെ സ്റ്റാറ്റസും പുതിയ വേക്കൻസിയുടെ അപ്ഡേറ്റും. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.